കമ്പനിയെയാണ് DDRC Agilus Diagnostics. ഇനിയും ഇത് എത്ര എണ്ണം ഏൽപ്പിക്കണം? DDRC Agilus Diagnostics. നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിവേഗ വാർത്ത, എല്ലാ വാർത്തകളും അതിവേഗം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംസ്ഥാനത്തിന് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ ഉച്ചകോടിയിൽ താൽപര്യപത്രം ഒപ്പുവെച്ചുവെന്നും മന്ത്രി. നിക്ഷേപ വാഗ്ദാനങ്ങൾ പരിശോധിക്കാൻ അതിവേഗ സംവിധാനമൊരുക്കും. നാളെ മുതൽ ഇതിനുള്ള പ്രവർത്തനം തുടങ്ങും. ഉച്ചകോടി സമാപിച്ചു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സംഗമത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തോതിൽ ഉപഭോക്താക്കൾ വരാൻ പോകുന്നുവെന്ന് ടൂറിസം മന്ത്രി. ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് ലോകരാജ്യങ്ങളുമായിട്ടാണെന്നും ടൂറിസം മന്ത്രി. കേരളത്തിൽ 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക്സ് മേഖലയിൽ നിക്ഷേപം നടത്തുമെന്നാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഗ്രൂപ്പ് കമ്പനികളിലൊന്നാണ് ഷറഫ് ഗ്രൂപ്പ്. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. കേരളത്തിലാകെ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിലയിരുത്തൽ. തട്ടിപ്പിന് പിന്നാലെ സ്ഥാപന ഉടമകൾ ഒളിവിൽ പോയി. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലഫോൺ തൂണിട്ട സംഭവത്തിൽ 2 പേർ പിടിയിൽ. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ടെലഫോൺ തൂണിലെ കാസ്റ്റിംഗ് അയൺ വേർപെടുത്താനാണ് റെയിൽവേ ട്രാക്കിൽ വെച്ചത് എന്നാണ് പ്രതികളുടെ മൊഴി. തെലങ്കാന നാഗർകൂർനൂലിൽ ടണലിടിഞ്ഞ് കുടുങ്ങിയ 7 തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. ശ്രീശൈലം അണക്കെട്ടിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ടണലാണ് ഇടിഞ്ഞത്. തുരങ്കത്തിലെ ചോർച്ച പരിഹരിക്കാൻ തൊഴിലാളികൾ കയറിയപ്പോഴായിരുന്നു അപകടം. 14 കിലോമീറ്ററോളം ഉള്ളിലായിരുന്നു അപകടം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം നാളെ 14ാം ദിവസത്തിലേക്ക്. ആശമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമരപ്പന്തലിലെത്തി. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. മുഖ്യമന്ത്രി അടിയന്തരമായി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച് ഓണറേറിയം കൂട്ടിക്കൊടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ ആശാ വർക്കർമാരെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. മലയാളിയുടെ മനസാക്ഷിക്ക് മുന്നിൽ തൊഴിലവകാശത്തിന്റെ ചോദ്യമുയർത്തിക്കൊണ്ടാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതെന്നും ചെന്നിത്തല. വിചിത്ര നീക്കവുമായി KSRTC മാനേജ്മെന്റ്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന് ഉത്തരവിറക്കി. പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടന TDF. മുസ്ലിം വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവും മുൻ പൂഞ്ഞാർ MLAയുമായ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകാൻ വീട്ടിലെത്തിയ പോലീസ് സംഘം ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. അതേസമയം പോലീസ് നടപടി കടുപ്പിച്ചതിന് പിന്നാലെ ഹാജരാകാൻ PC ജോർജ് സാവകാശം തേടി അപേക്ഷ നൽകി. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയോ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെയോ ആണ് നിയമനം. 6 വർഷം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് കേന്ദ്ര സർക്കാരിൽ വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കാലതാമസമുണ്ടാവില്ല എന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാം. സമരം ചെയ്യുന്നതിനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യില്ല എന്നും മന്ത്രി K. രാജൻ. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുവാദം കൊടുത്ത സർക്കാർ തീരുമാനത്തിൽ CPIയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. പിണറായി വിജയൻ എന്ന സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന നിലപാടാണ് ബിനോയ് വിശ്വത്തിനെന്നും രമേശ് ചെന്നിത്തല. ഇനി മൃഗീയ വാർത്തകൾ.
തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് ചെരിഞ്ഞ കൊമ്പനാനയുടെ തലച്ചോറിലടക്കം അണുബാധയേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചിരുന്നു. മസ്തകത്തിലേറ്റ മുറിവ് കൊമ്പുകുത്തി ഉണ്ടായതാണ് എന്ന് കണ്ടെത്തി. 3.5 മണിക്കൂറെടുത്താണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയോട് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കി തൃശൂർ കോടാലി സ്വദേശി നികേഷ്. തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നികേഷ് ഈ ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മലപ്പുറം മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിൽ പട്ടാപ്പകൽ കാട്ടാനയിറങ്ങി. തെങ്ങുകളും വാഴകളും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു. നമ്പൂരിപ്പൊട്ടി ന്യൂ ലൈറ്റ് ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് 45 മിനിറ്റോളം നടത്തിയ ശ്രമത്തിലാണ് ആനയെ കാടുകയറ്റിയത്. ഇടുക്കിയിൽ വീണ്ടും വാഹനം തടഞ്ഞ കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ഗൂഡാർവേള എസ്റ്റേറ്റ് റോഡിലാണ് പടയപ്പ ലോറികൾ തടഞ്ഞത്. മതപ്പാടിലാണെന്നും ജാഗ്രത പുലർത്തണമെന്നും വനം വകുപ്പ് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. സ്കൂളിലെ തെങ്ങ് പിഴുതെറിയുകയും ചെയ്തു. ജില്ലയിലെ പ്രമുഖ പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമായ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികിലാണ് സ്കൂളും അങ്കണവാടിയും ഉള്ളത്. സ്കൂളിന് സമീപം ആനക്കൂട്ടം തമ്പടിക്കാറുണ്ടെന്ന് നാട്ടുകാർ. അട്ടപ്പാടിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചു. കരടിയുടെ പാദത്തിൽ ആന ചവിട്ടുകയായിരുന്നുവെന്ന് സമീപവാസികൾ. പിൻകാലിന് പരിക്കേറ്റ കരടിക്ക് ഒരു സംഘം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. ഇനി കൈക്കൂലി വാർത്തകൾ. മലപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. കിരുവാലി വില്ലേജ് ഓഫീസർ റഹ്മത്തുള്ളയാണ് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. പട്ടയത്തിലെ തെറ്റിതിരുത്താനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ കൈക്കൂലി കേസിൽ ഒരാഴ്ചക്കിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് 3 സർക്കാർ ഉദ്യോഗസ്ഥരെ. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മലപ്പുറം യൂണിറ്റാണ് ദൗത്യം ശക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്നും വിജിലൻസ്. ക്രിസ്തുമസ് പരീക്ഷാകാലത്തെ ചോദ്യക്കടലാസ് ചോർച്ചയിൽ MAS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. അന്വേഷണ നടപടികളോട് സഹകരിക്കുമെന്ന് ഷുഹൈബ്. ഇനി അപകട കുറ്റകൃത്യ വാർത്തകൾ. തൃശൂരിൽ ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ഉണ്ണികൃഷ്ണന്റെ ശിരസിലൂടെ ലോറി കയറുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ 3 മരണം. ദമ്പതികളായ ബോസ്, റീന, ഇവരുടെ ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പാലക്കാട് പട്ടാമ്പിയിൽ ടോറസ് ലോറി പോസ്റ്റിലിടിച്ച് അപകടം. പട്ടാമ്പി കല്ലക്ക സ്ട്രീറ്റ് ജംഗ്ഷൻ സമീപത്താണ് അപകടം. റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറി തനിയെ നീങ്ങി പോസ്റ്റിലിടിക്കുകയായിരുന്നു. ആളപായമില്ല. തൃശൂർ കണ്ടശാങ്കടവിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചു. ചൂരക്കോട് ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ജിത്തിന്റെ മകൻ അലോകാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. മാങ്ങാട്ടുകര AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കിടപ്പുമുറിക്കകത്തെ ശുചിമുറിയിലാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനടയിൽ 14 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കൈലാസിൽ അലോഹനാഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിന് സമീപം മുറിവേറ്റ് ശരീരമാസകലം നീലിച്ച നിലയിലാണ് കുട്ടിയെ മുറിയിൽ കണ്ടെത്തിയത്. അബദ്ധത്തിൽ വൈദ്യുതാഘാതമേറ്റതായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ കായംകുളത്ത് വീട്ടമ്മ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. സംഭവത്തിൽ ഭർത്താവ് ശ്രീവത്സൻ പിള്ള അറസ്റ്റിൽ. ആദ്യം അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും. 2023 ബസ്സിൽ വിദ്യാർത്ഥിനിയെ തിപ്പിലശ്ശേരി സ്വദേശി ബിജു ലൈംഗികമായി ഉപദ്രവിച്ചത്. ഇതിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥിനിയെ പിന്തുടർന്ന ഇയാൾക്കെതിരെ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കുന്നംകുളം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇന്ധനം നിറച്ച ശേഷം പണം ബാക്കി നൽകാൻ താമസിച്ചതിന് പമ്പ് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശി അജു അജയൻ, ബിനു എന്നിവർ പിടിയിലായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ കണ്ടശാങ്കടവിൽ കാവടിയാട്ടത്തിനിടെ യുവാവിനെയും കൂട്ടുകാരനെയും ഗുരുതരമായി ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. കണ്ടശാങ്കടവ് സ്വദേശികളായ ലിയോൺ, അമൽകൃഷ്ണ, ആദർശ്, അമൽ ഷാജി, സ്വാദിഷ് എന്നിവരാണ് പിടിയിലായത്. ഇനി മയക്കുമരുന്ന് കുറ്റകൃത്യ വാർത്തകൾ. മലപ്പുറം കോട്ടക്കലിൽ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. പശ്ചിമ ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. സൂരജ് മണ്ഡൽ, ഇസ്മയിൽ മണ്ഡൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കാഞ്ഞാണിയിൽ 17 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബണ്ടി ചോർ എന്ന് വിളിപ്പേരുള്ള വിഷ്ണുവാണ് മയക്കുമരുന്ന് കടത്തിയതിന് പിടിയിലായത്. അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് യുവാവിനെ പിടിച്ചെടുത്തത്. എറണാകുളം പെരുമ്പാവൂരിൽ 7 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി മുഷറഫ് ഹുസൈനാണ് മയക്കുമരുന്നായ ഹെറോയിനുമായി അറസ്റ്റിലായത്. പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്നാണ് പിടികൂടിയത്. തൃശൂരിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി ഡാനിയാണ് പിടിയിലായത്. ഗുരുദേവ് എക്സ്പ്രസിലെ B1 കോച്ചിൽ നിന്നാണ് പിടിയിലായത്. ഇടുക്കിയിൽ വൻ ചാരായ വേട്ട. കമ്പംമെട്ട് കട്ടേക്കാനത്ത് നിന്ന് 245 ലിറ്റർ ചാരായം പിടികൂടി. കട്ടേക്കാനം സ്വദേശി ചക്രപാണി സന്തോഷ് അറസ്റ്റിൽ. അടിമാലി നാർക്കോട്ടിക് സെല്ലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ചാരായം കണ്ടെത്തിയത്. 7 കന്നാസുകളിലായാണ് ചാരായം സൂക്ഷിച്ചിരുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രതിഷേധിച്ചു. പ്രതീകാത്മകമായി മൃതശരീരവും വഹിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. മദ്യപിച്ച് വാഹനമോടിക്കുന്ന KSRTC ഡ്രൈവർമാർക്കെതിരെ നടപടി ഘടിപ്പിക്കുന്നു. അതടക്കമുള്ള അതിവേഗ വാർത്തകൾ അതിവേഗം ഒരു ഇടവേളയിലേക്ക് പോയിട്ട് തിരികെ എത്തിയതിനു ശേഷം. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ട് ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അതിവേഗ വാർത്തകൾ തുടരുന്നു. ഡ്യൂട്ടിക്കെത്തുന്ന മുഴുവൻ മദ്യപിച്ച് വാഹനമോടിക്കുന്ന KSRTC ഡ്രൈവർമാർക്കെതിരെ നടപടി ഘടിപ്പിക്കുന്നു. ബ്രത്ത് അനലൈസർ പരിശോധന ശക്തമാക്കി KSRTC. യൂണിറ്റ് തലത്തിൽ പരിശോധന കർശനമാക്കും. ജോലിക്ക് കയറുന്നതിന് മുൻപ് ഡ്രൈവർമാർ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമായും നടത്തിയിരിക്കണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ JC ഡാനിയേൽ പ്രതിമ തകർക്കാൻ ശ്രമം. മലയാള സിനിമയുടെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ പ്രതിരൂപമായ JC ഡാനിയേലിന്റെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധം സാംസ്കാരിക രംഗത്ത് നിന്ന് ഉയരുന്നു. രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ പ്രതിമ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം. ഡാനിയൽ സ്മാരകത്തിൽ സ്ഥാപിച്ചിരുന്ന ഫിലിം ആണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. രാവിലെ ഗ്രൗണ്ടിലെത്തിയവരാണ് പ്രതിമ തകർത്തിരിക്കുന്നത് ആദ്യം കണ്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീം 2025 അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 10 വൈകിട്ട് 5 മണിവരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് മുഖേന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രിയോൺ എന്നിവർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. PV അൻവറിനൊപ്പമായിരുന്നു സന്ദർശനം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ആണ് തൃണമൂൽ ദേശീയ നേതാക്കൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് പ്രവാസി ഭദ്രതാ ലോൺ അനുവദിക്കുന്നതിന് കുടുംബശ്രീ CDS ഓഫീസ് മുഖേന അപേക്ഷകൾ ക്ഷണിച്ചു.
കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കുടുംബശ്രീ CDS ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. MBBS, TC, MC രജിസ്ട്രേഷനാണ് വിദ്യാഭ്യാസ യോഗ്യത. 40 വയസ്സാണ് പ്രായപരിധി. യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഫെബ്രുവരി 25 രാവിലെ 11 പ്രിൻസിപ്പാളിന് മുൻപിൽ ഹാജരാക്കണം. തൃശൂർ മാളയിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന് പരാതി. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്ന് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് പരാതി. കിലോമീറ്ററുകൾ നീളമുള്ള തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയതോടെ സമീപത്തെ കിണറുകളിലുൾപ്പെടെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണെന്ന് നാട്ടുകാർ. ഇടുക്കി ഉടുമ്പൻചോലയിൽ സംസ്ഥാന പാതാ നിർമ്മാണത്തിന്റെ മറവിൽ 100 കണക്കിന് ലോഡ് പാറ പൊട്ടിച്ച് കടത്തി. സർക്കാർ ഭൂമിയിൽ നിന്നടക്കം അനധികൃതമായാണ് നിർമ്മാണ കമ്പനി അധികൃതർ പാറ പൊട്ടിച്ച് കടത്തിയത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇടുക്കി അടിമാലി അപ്സരക്കുന്ന് തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടും വളവിന്റെ നവീകരണ ജോലികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും. S വളവ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അപകട സാധ്യതയുള്ള ഇടമാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ജോലിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങിയ മലയാളിയെ കാണാതായി എന്ന് പരാതി. ആലപ്പുഴ കൊഴുവല്ലൂർ സ്വദേശി ജോജു ജോർജിനെയാണ് കാണാതായത്. കുടുംബം പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടി സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് B. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലും വ്യക്തിഗത ആനുകൂല്യങ്ങളിലും കോൺഗ്രസ് അംഗങ്ങളുടെ വാർഡുകളിലെ ജനങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്നുൾപ്പെടെ ഉന്നയിച്ചായിരുന്നു സമരം. സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാതല അദാലത്ത് ഫെബ്രുവരി 24 നടക്കും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഹാളിൽ രാവിലെ 10 ആരംഭിക്കുന്ന അദാലത്തിൽ പുതിയ പരാതികളും സ്വീകരിക്കും. പതിനഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിനെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് സാംസ്കാരിക നഗരി. മന്ത്രി സജി ചെറിയാൻ നാളെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. നടൻ നാസർ അതിഥിയാകും. വ്യത്യസ്ത പ്രമേയങ്ങളോടെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി നാടക സംഘങ്ങളാണ് അരങ്ങിലെത്തി അവതരിപ്പിക്കുക. ഇടുക്കി ജില്ലാ PSC ഓഫീസിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരള PSCയുടെ പ്രവർത്തനമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ മണലൂർ ITI യൂണിയൻ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. മാനവികതയുടെ സൗഹൃദ ചിന്തകൾ വളരേണ്ട ക്യാമ്പസുകളിൽ നിത്യേന നാം കേൾക്കുന്നത് ചോരയുടെ ഗന്ധമാണ് എന്ന് റാഗിങ്ങിനെ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രി പറഞ്ഞു. ക്യാമ്പസുകൾ പരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാകണമെന്നും മണലൂർ ITI യൂണിയന് അത്തരം മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നും മന്ത്രി. മലപ്പുറം വൈക്കത്തൂർ ALP സ്കൂളിന്റെ 109ാം വാർഷികാഘോഷവും പ്രധാനാധ്യാപികയ്ക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. തൃശൂരിൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ ഏരിയ സമ്മേളനം അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പ്രസവ ധനസഹായം ഒറ്റത്തവണയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ₹10 ₹20 കൂപ്പണുകൾ വിറ്റ് പേരോ ക്ലാസോ അറിയാത്ത തങ്ങളുടെ സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകി മാതൃകയായി ഒരു സർക്കാർ വിദ്യാലയം. വെറും 3 മാസം കൊണ്ടാണ് കോഴിക്കോട് കൊടിയത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകൾ സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകിയത്. തമിഴ്നാട് പഴനിയിലേക്കുള്ള തീർത്ഥാടന പദയാത്രയിൽ ഭക്തർക്ക് കാവലായി വളർത്തുനായ. ഇടുക്കി മൂന്നാറിൽ നിന്നാണ് പപ്പി എന്ന വളർത്തുനായ ഉടമസ്ഥനൊപ്പം പഴനിക്ക് പോയത്. കാൽനടയായി പോകുന്ന നായയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. തിരുവനന്തപുരത്ത് തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവുമായി യുവകർഷകൻ. അരുവിക്കരയിലെ യുവകർഷകൻ സുധീഷാണ് 100 മേനി വിളവ് നേടിയത്. 70 ദിവസം കൊണ്ടാണ് വിഷരഹിത തണ്ണിമത്തൻ വിളയിച്ചെടുത്തത്. അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് R. കല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് ആറുമുറി പാടശേഖരത്തിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ സമൂഹത്തിന് മാതൃകയാവുന്നു ഒരു കൂട്ടം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനൊപ്പം കൃഷിയിലും വിജയം നേടി മുന്നേറുകയാണ് ഇവർ. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിലും കാവുകളിലും അപൂർവമായി കെട്ടിയാടുന്ന തിറയാട്ടമാണ് കരിദണ്ഡൻ. കോഴിക്കോട് വെള്ളിപ്പറമ്പ് ഇളയിടത്ത് ദേവി ഓടക്കാളി ക്ഷേത്രത്തിൽ മാത്രമാണ് പരമേശ്വരന്റെ ഉഗ്രനായാട്ട് സ്വരൂപം എന്ന് വിശ്വസിക്കുന്ന കരിദണ്ഡൻ തിറ കെട്ടിയാടുന്നത്. മലപ്പുറം കൂറ്റനാട് എളുവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വിവിധ കലാരൂപങ്ങളും താളമേളവാദ്യങ്ങളും അരങ്ങേറി. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ ഗ്രേഡ് അട്ടിമറിക്ക് പിന്നിൽ 2 അധ്യാപകരെന്ന് കണ്ടെത്തൽ. എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ KC സന്ദീപ്, ജംഷീദ് എന്നിവരാണ് അട്ടിമറി നടത്തിയതായി കണ്ടെത്തിയത്. ഫലപ്രഖ്യാപനത്തിൽ സംശയം തോന്നിയ മത്സരാർത്ഥിയുടെ രക്ഷിതാവ് വിവരാവകാശ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി പുറത്തായത്. എടപ്പാൾ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ നടത്തുന്ന സാഹിത്യോത്സവത്തിന് തുടക്കമായി. MT സ്മൃതി പതിപ്പായാണ് സാഹിത്യോത്സവം നടത്തുന്നത്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. E. രാഘവൻ പുരസ്കാരം CITU ജില്ലാ സെക്രട്ടറിയും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S. ജയമോഹന്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പുരസ്കാര സമർപ്പണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തി. ക്ഷേത്രം മേൽശാന്തി മുഖ്യ കാർമ്മികനായി. തൃശൂർ പെരിങ്ങാവ് സ്വദേശി ദേവി രാമൻകുട്ടി നായരും കുടുംബവുമാണ് ദേവസ്വത്തിന് കൊമ്പൻ ചെന്താമരാശനെ നടയിരുത്തി നൽകിയത്. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകനും അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ KP ശങ്കരന്. മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രമാലോകനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലപ്പുറം വട്ടംകുളം പഞ്ചായത്തിൽ ഭരണസമിതിയുടെ തീരുമാനം മറികടന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് അനുമതി നൽകിയ സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ സമരസമിതി മാർച്ച് നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയെ കൊല്ലുമെന്ന് ഭീഷണി. ദൗസ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഭീഷണി എത്തിയത്. ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 29-കാരനായ റിങ്കുവാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ്. മൊബൈൽ ഫോണിലൂടെയാണ് ഭീഷണിപ്പെടുത്തിയത്. 4 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ജയിൽ വളപ്പിൽ നിന്ന് ഫോൺ കണ്ടെടുത്തത്. വധഭീഷണിക്ക് പിന്നിലെ കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 2 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് മറിഞ്ഞത്. 4 പേർക്ക് പരിക്കേറ്റു.